നമസ്കാരം. ആയത്തുള്ള അൽ ഖമനിയുടെ ഭരണകൂടം അടിച്ചമർത്തി വെച്ചിരുന്ന ജനകീയ പ്രക്ഷോഭം വീണ്ടും മുളപൊട്ടുന്നു. വീണ്ടും പ്രക്ഷോഭം നടത്തുവാൻ ഒരുങ്ങുകയാണ് അവർ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈന്യം ഇറാനെ ആക്രമിക്കുന്നു. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ ഏകദേശം എല്ലാ രാജ്യങ്ങളും ഇറാനെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞു. സൗദി അറേബ്യ ഇറാനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തറും ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ വിരൽ ചൂണ്ടുകയാണ്. കാരണം ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ നേരെ ചെന്ന് പതിക്കുന്നത് ഈ രാജ്യങ്ങളുടെയൊക്കെ ജനങ്ങളുടെ മുകളിലേക്കാണ്. ഖത്തറിലെ അവിടുത്തെ ജനത വളരെയധികം വിയർപ്പ് മുട്ടിയാണ് അവിടെ കഴിയുന്നത്. കാരണം ഇറാൻ നിരന്തരം ആക്രമണം നടത്തുന്നു. ഖത്തറിലേക്ക്, ബഹ്റിനിലേക്ക് ആക്രമണം നടത്തുന്നു. ഇവർ പറയുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ഇത്തരം ആക്രമണം നടത്തുന്നു എന്നാണ്. പക്ഷേ അവിടെ ചെന്ന് പതിക്കുന്നത്, ഇറാൻ്റെ മിസൈലുകൾ ചെന്ന് പതിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ, പശ്ചിമേഷ്യയിലെ സാധാരണ ജനങ്ങളുടെ മുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ ഇറാനെ നേരിടാൻ ഒരുങ്ങുകയാണ്. അതോടുകൂടി ലോകത്തിൻ്റെ വലിയൊരു ശക്തി മുഴുവൻ ഇറാനെതിരെ നീങ്ങുമ്പോൾ തീർച്ചയായും ഖമനായിക്ക് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങേണ്ടതുണ്ട്. ഇങ്ങനെ കീഴടങ്ങിയില്ല എങ്കിൽ തീർച്ചയായും ഖമനായി വധിക്കപ്പെടും എന്ന ഉറപ്പാണ്. ഖമനായിയുടെ കൊട്ടാരം ഇതിനോടകം തന്നെ അമേരിക്കൻ സൈന്യം തകർത്തു കഴിഞ്ഞു. ഇസ്രായേൽ അമേരിക്കയുടെ സംയുക്ത സൈന്യം തകർത്തു കഴിഞ്ഞു. ഖമനായി ബങ്കറിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒട്ടും ശുഭസൂചകമല്ല ഖമനായിൽ കാര്യത്തിൽ വരുന്ന വാർത്തകൾ. തീർച്ചയായും ഇറാൻ വളരെയധികം വിയർപ്പ് മുട്ടിക്കഴിയുന്ന ഒരു സാഹചര്യമാണ്. 1979 വരെയും ഏഷ്യയുടെ ഒരു ഫാഷൻ ക്യാപിറ്റൽ തന്നെയായിരുന്നു ഇറാൻ. അത്തരമൊരു ഫാഷൻ ക്യാപിറ്റലിനെ തകർത്തുകൊണ്ടായിരുന്നു അവിടെ ഇസ്ലാമിക ഭരണകൂടം വരികയും അവിടുത്തെ സ്വാതന്ത്ര്യത്തിനു മേൽ വലിയ രീതിയിൽ അവരെ വരിഞ്ഞു മുറുക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് അവിടെ പർദ്ദ വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടുത്തെ പള്ളികൾക്ക് നേരെ പോലും ആക്രമണം നടത്തിക്കൊണ്ടായിരുന്നു അവർ ഇതിനെതിരെ പ്രതികരിച്ചത്. അത്തരത്തിൽ ജനത ഇവരെ വല്ലാത്ത രീതിയിൽ വിയർപ്പ് മുട്ടിക്കഴിഞ്ഞു. ആയത്തുള്ള അൽ ഖമനായിയുടെ ഈ കുടുംബ ഭരണത്തിന് നേരെ അവർ ശക്തമായ രീതിയിലുള്ള പോരാട്ടത്തിലാണ്. അതായത് അവർ നിർത്തുന്ന, ഖമനായി നിർത്തുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ ജയമുള്ളൂ. അവിടെ ജനാധിപത്യപരമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ് ഇറാൻ. ഇറാനിയൻ റിയാലിന് ഇപ്പോൾ ഏകദേശം 1.5 ലക്ഷം, $1 എതിരെ 1.5 ലക്ഷം ഇറാനിയൻ റിയാലാണ്. അത്തരത്തിൽ ഇറാൻ്റെ റിയാലിൻ്റെ മൂല്യം വളരെയധികം ഇടിഞ്ഞു കഴിഞ്ഞു. 1979 നോക്കണം, ഇത് $1 3 ഇറാനിയൻ റിയാൽ എന്ന കണക്കിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഇന്ന് ഏകദേശം വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ശോഷണമാണ് ഇറാനിൽ. ഇത്രയധികം എണ്ണ സമ്പത്തുള്ള, ധാതു സമ്പത്തുള്ള ഇറാനെയാണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക കെടുതിയിലേക്ക് ആയത്തുള്ള അൽ ഖമനായിയുടെ ഭരണകൂടം കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത്. അവർ പറയുന്നു അമേരിക്ക നടത്തുന്ന ഉപരോധങ്ങളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞാലും ഒരിക്കലും അത് മാത്രമല്ല. അവിടെ അവർ നടത്തുന്ന ഭരണത്തിൻ്റെ പിടിപ്പുകേടുകൾ തന്നെയാണ്, ഖമനായി ഭരണത്തിൻ്റെ പിടിപ്പുകേടുകൾ തന്നെയാണ് ഇറാനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നതും. അതിന് വലിയ ഒരു അളവിൽ മാറ്റം വരാൻ പോവുകയാണ്. റസ പഹ്ലവി, അവിടെ മുൻപ് ഭരിച്ചിരുന്ന ഷാ ഭരണകൂടത്തിൻ്റെ ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്ന പ്രതിനിധി വീണ്ടും ഇറാനിലേക്ക് വരാൻ പോകുന്നു. ഇറാൻ വീണ്ടും ഷാ ഭരണകൂടത്തിൻ്റെ കീഴിലേക്ക് മാറാൻ പോകുന്നു. വലിയ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന ആ ഇറാൻ അവരുടെ ഏറ്റവും സുവർണകാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ്, എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായും ഖമനായിയെ നേരിട്ട ജീവനോടെയോ അല്ലാതെയോ തീർച്ചയായിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈന്യം പിടികൂടും എന്ന ഉറപ്പാണ്. തീർച്ചയായിട്ടും ഖമനായിക്ക് ഇത് കഷ്ടകാലം തന്നെയാണ്. നാളെ സദ്ദാമിൻ്റെ അവസ്ഥ ഖമനായിക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടതുള്ളൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC
അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.